ഡിയർ ഫ്രണ്ട്സ്, നീനാസ് PSC പോയിൻറ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ. ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ച ഹിസ്റ്ററി എന്ന വാക്കിൻ്റെ അർത്ഥം അന്വേഷണം എന്നാണ്. ചരിത്രം എന്നത് ഉദാഹരണങ്ങളിലൂടെ പഠിപ്പിക്കുന്ന തത്വശാസ്ത്രമാണ് എന്ന ആശയം അവതരിപ്പിച്ചത് ഡയോണിഷ്യസ് എന്ന ഗ്രീക്ക് പണ്ഡിതനാണ്. ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിലിൻ്റെ നിർവചനം ഇങ്ങനെയാണ്: ഒരിക്കലും മാറാത്ത ഭൂതകാലത്തെപ്പറ്റിയുള്ള പ്രസ്താവമാണ് ചരിത്രം. ചരിത്രരചനയ്ക്ക് ആധാരമായ വസ്തുതകളെ പൊതുവെ രണ്ടായി തിരിക്കാറുണ്ട്. ഒന്ന് ലിഖിതങ്ങൾ, രണ്ട് സ്മാരകങ്ങൾ. സാഹിത്യകൃതികൾ, സഞ്ചാരക്കുറിപ്പുകൾ, ഗ്രന്ഥവരികൾ, ശാസനങ്ങൾ എന്നിവയാണ് പ്രധാന ലിഖിത രൂപങ്ങൾ. പഴയ ആരാധനാലയങ്ങളിലും രാജകൊട്ടാരങ്ങളുടെ ഗ്രന്ഥപ്പുരകളിലും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഓലക്കരണങ്ങളാണ് ഗ്രന്ഥവരികൾ. തിരുവനന്തപുരത്തെ മതിലകം ഗ്രന്ഥവരി, കോഴിക്കോട് സാമൂതിരിക്കോവിലകത്തെ ഗ്രന്ഥവരി എന്നിവ ഇതിനുദാഹരണം. ശാസനങ്ങളെക്കുറിച്ച് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനാൽ അവ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കേരളത്തിൻ്റെ ചരിത്ര നിർമ്മിതിക്ക് ഉപദാനമായ ചില സാഹിത്യകൃതികൾ, സഞ്ചാരക്കുറിപ്പുകൾ എന്നിവയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കുക: കേരളത്തിൻ്റെ ആദിമ ചരിത്രത്തെക്കുറിച്ച് എഴുതപ്പെട്ട ആധികാരിക പ്രമാണങ്ങൾ ഒന്നും തന്നെ കണ്ടുകിട്ടിയിട്ടില്ല. ലിഖിതമായ ചരിത്രത്തിൻ്റെ അഭാവത്തിൽ ഐതിഹ്യങ്ങളെയും കെട്ടുകഥകളെയും ആശ്രയിച്ചായിരുന്നു കേരളത്തെക്കുറിച്ചുള്ള ആദ്യകാല ചരിത്ര നിർമ്മാണം. തുടർന്ന് ചരിത്ര നിർമ്മിതിക്ക് ആശ്രയിച്ച് രണ്ട് പ്രധാന ഗ്രന്ഥങ്ങളാണ് കേരളോൽപ്പത്തി, കേരളപ്പഴമ എന്നിവ. കേരളോൽപ്പത്തി, കേരളപ്പഴമ. കേരളോൽപ്പത്തിയുടെ രചയിതാവ് ആരെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എങ്കിലും അവ സമാഹരിച്ച് അച്ചടിച്ചു പ്രസിദ്ധപ്പെടുത്തിയത് ജർമ്മൻ മിഷണറിയായി ഇന്ത്യയിലെത്തിയ ഹെർമൻ ഗുണ്ടർട്ടാണ്. കേരള മാഹാത്മ്യം ഒരു സംസ്കൃത കൃതിയാണ്. ഇതിൻ്റെയും രചയിതാവ് ആരെന്ന് വ്യക്തമല്ല. ഐതിഹ്യങ്ങളും കെട്ടുകഥകളും നിറഞ്ഞ കേരളോൽപ്പത്തിയും കേരള മാഹാത്മ്യവും അസംബന്ധങ്ങളുടെ നിരയാണെന്ന് വില്യം ലോഗൻ അഭിപ്രായപ്പെടുന്നു. കേരള ചരിത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ആദ്യത്തെ മലയാള ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ ഹെർമൻ ഗുണ്ടർട്ട് രചിച്ച കേരളപ്പഴമ. കേരളോൽപ്പത്തി ഹെർമൻ ഗുണ്ടർട്ട് അച്ചടിച്ചു പ്രസിദ്ധപ്പെടുത്തിയ കൃതിയാണെങ്കിൽ കേരളപ്പഴമ ഹെർമൻ ഗുണ്ടർട്ട് രചിച്ച കൃതിയാണ്. 1498 പോർച്ചുഗീസുകാർ വന്നത് മുതൽ 1631 വരെയുള്ള കേരള ചരിത്രമാണ് 1868 പ്രസിദ്ധീകരിച്ച കേരളപ്പഴമയിലുള്ളത്. കേരളത്തിലെ മറ്റു ചില പഴയകാല ചരിത്രകാരന്മാരാണ് ഇളംകുളം കുഞ്ഞൻപിള്ള, എ. ശ്രീധരമേനോൻ, MGS നാരായണൻ എന്നിവർ. കേരള ചരിത്ര നിർമ്മിതിക്ക് സഹായകമായ ആദ്യകാല കൃതികൾ ഏതു ഭാഷയിലേത് എന്ന് ചോദിച്ചാൽ സംസ്കൃതം, തമിഴ് എന്നിവ. അത്തരം മലയാള കൃതികൾ കണ്ടുകിട്ടിയത് 11ാം നൂറ്റാണ്ടിന് ശേഷം മാത്രമാണ്. കേരളത്തെപ്പറ്റി പരാമർശിക്കുന്ന ഏറ്റവും പുരാതനമായ സംസ്കൃത കൃതി ഏതെന്ന് ചോദിച്ചാൽ ഐതരേയ ആരണ്യകം. PSC പലപ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്: കേരളത്തെ സംബന്ധിച്ച ഏറ്റവും പഴയ പരാമർശമുള്ള സംസ്കൃത കൃതി ഏത്? ഉത്തരം ഐതരേയ ആരണ്യകം. ഇനി നമ്മൾ തീർച്ചയായും ഓർക്കേണ്ട കൃതിയാണ് കാർത്യായൻ രചിച്ച വാർത്തികം. കാർത്യായൻ രചിച്ച വാർത്തികം കേരളത്തെപ്പറ്റി പരാമർശിക്കുന്നതും കാലം കൃത്യമായി നിർണയിക്കപ്പെട്ടതുമായ ഏറ്റവും പുരാതന ഗ്രന്ഥമാണ് BC 300 എഴുതപ്പെട്ട വാർത്തികം.
കാലം നിർണയിക്കപ്പെട്ടതും കേരള പരാമർശമുള്ളതുമായ ആദ്യ പുരാതന ഗ്രന്ഥം വാർത്തികം. രചന കാർത്യായൻ. രാമായണത്തിലും മഹാഭാരതത്തിലും കേരള പരാമർശമുണ്ട്. രാമായണത്തിൽ കേരള പരാമർശമുള്ള ഭാഗം കിഷ്കിന്ധാകാന്ഡം. കേരള പരാമർശമുള്ള മറ്റൊരു കൃതി അർത്ഥശാസ്ത്രം. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന കൗടില്യൻ അഥവാ ചാണക്യൻ രചിച്ച അർത്ഥശാസ്ത്രം. കേരളത്തിലെ പെരിയാറിനെ കൗടില്യൻ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ചൂർണി എന്ന പേരിലാണ്. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ നദി ഏത് എന്ന് ചോദിച്ചാൽ പെരിയാർ. കാളിദാസ കൃതികളിൽ കേരളീയ വർണ്ണനയുള്ള കൃതി രഘുവംശം. കേരള വർണ്ണന അടങ്ങിയ കാളിദാസ മഹാകാവ്യമാണ് രഘുവംശം. അടുത്തത് ഉദ്ദണ്ഡ ശാസ്ത്രികൾ രചിച്ച കോകില സന്ദേശം എന്ന സംസ്കൃത കൃതി. സാമൂതിരിയുടെ സദസ്യനായിരുന്ന ഉദ്ദണ്ഡ ശാസ്ത്രികൾ രചിച്ച കോകില സന്ദേശത്തിൽ കോഴിക്കോട് തുറമുഖത്തെക്കുറിച്ചും തൃച്ചംബരം, തിരുനെല്ലി, തൃപ്പങ്ങോട്, തിരുനാവായ തുടങ്ങിയ ഉത്തര കേരളത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര വർണ്ണനയുള്ള ശുഖസന്ദേശം. രചന ലക്ഷ്മീദാസൻ. കേരളത്തിലെ ചില നഗരങ്ങളെ വർണ്ണിക്കുന്ന ഭ്രമര സന്ദേശം. രചന വാസുദേവൻ. വേണാട്ടരജൻ ഉദയമാർത്താണ്ഡവർമ്മയെ പരാമർശിക്കുന്ന ലീലാതിലകം. കുലശേഖരന്മാരെക്കുറിച്ച് സൂചന നൽകുന്ന ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരി. ശങ്കരനാരായണൻ്റെ ശങ്കരനാരായണീയം. മാർത്താണ്ഡവർമ്മയുടെ തൃപ്പടിദാനം പരാമർശിക്കുന്ന രാമപാണിവാദൻ്റെ സീതാരാഘവം. ഇവയെല്ലാം കേരള ചരിത്ര നിർമ്മിതിക്ക് സഹായകമായ കൃതികളാണ്. എന്നാൽ ഇവയ്ക്കെല്ലാം ഉപരിയായി കേരളവുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ പ്രാധാന്യമർഹിക്കുന്ന ആദ്യത്തെ കേരളീയ സംസ്കൃത കൃതി ഏതെന്ന് ചോദിച്ചാൽ മൂഷകവംശം. അതുലൻ എന്ന കേരളീയ കവി 11ാം ശതകത്തിൽ രചിച്ച സംസ്കൃത മഹാകാവ്യമാണ് മൂഷകവംശം. കണ്ണൂരിലെ ഏഴിമല ആസ്ഥാനമായി ഭരിച്ച മൂഷക രാജവംശത്തിൻ്റെ ചരിത്രമാണ് അതുലൻ രചിച്ച മൂഷകവംശം എന്ന കൃതി. കേരളവുമായി ബന്ധപ്പെട്ട് ചരിത്രപരമായ പ്രാധാന്യമർഹിക്കുന്ന ആദ്യത്തെ കേരളീയ സംസ്കൃത കൃതി മൂഷകവംശം. അടുത്തതായി കേരള പരാമർശമുള്ള തമിഴ് കൃതികൾ. കേരളത്തെ പരാമർശിക്കുന്ന ഒരു പ്രധാന തമിഴ് കൃതിയാണ് തൊൽക്കാപ്പിയം. തൊൽക്കാപ്പിയത്തിൻ്റെ രചയിതാവ് തൊൽക്കാപ്പിയർ. തൊൽ എന്നാൽ ആരംഭം, കാപ്യം എന്നാൽ കാവ്യം. അങ്ങനെ തൊൽക്കാപ്യത്തിന് ആദ്യ കാവ്യം എന്ന് ചിലർ അർത്ഥം കൽപ്പിക്കുന്നു. വ്യാകരണ ഗ്രന്ഥമാണെങ്കിലും ആ കാലത്തെ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ അവസ്ഥ പരാമർശിക്കുന്ന കൃതിയാണ് തൊൽക്കാപ്യം. സംഘകാലഘട്ടത്തിലെ മറ്റൊരു പുരാതന കൃതിയാണ് മധുരൈ കാഞ്ചി. പാണ്ഡ്യരാജാവിൻ്റെ പ്രധാന കൊട്ടാരം കവിയായിരുന്ന മാങ്കുടി മരുതനാർ ആണ് മധുരൈ കാഞ്ചിയുടെ കർത്താവ്. കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണത്തെക്കുറിച്ച് ആദ്യം പരാമർശിച്ച കൃതിയാണ് മധുരൈ കാഞ്ചി. മഹാവിഷ്ണുവിൻ്റെ ജന്മദിനമായിട്ടാണ് ഓണം ആഘോഷിക്കുന്നതെന്ന് മധുരൈ കാഞ്ചി പറയുന്നു. സംഘകാല കൃതികളിൽ ഓണം അറിയപ്പെടുന്നത് ഇന്ദ്രവിഴ അഥവാ ഇന്ദ്രൻ്റെ ഉത്സവം എന്ന പേരിലാണ്. ഓർക്കുക, ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ സംഘകാല കൃതി മധുരൈ കാഞ്ചി. രചന മാങ്കുടി മരുതനാർ. കേരള പരാമർശമുള്ള മറ്റൊരു സംഘകാല കൃതിയാണ് ചിലപ്പതികാരം. ചേര രാജവംശത്തിൽ പിറന്ന ഇളങ്കോവടികൾ രചിച്ചതാണ് തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങളിലൊന്നായ ചിലപ്പതികാരം.
ചിലപ്പതികാരത്തിലെ നായിക കണ്ണകി സ്വർഗാരോഹണം ചെയ്യുന്നത് ചേര രാജധാനിയായ കൊടുങ്ങല്ലൂരിൽ വെച്ചാണ്. ചിലപ്പതികാരം രചന ഇളങ്കോവടികൾ. ചിലപ്പതികാരത്തിൻ്റെ തുടർച്ചയായി രചിക്കപ്പെട്ട മറ്റൊരു തമിഴ് മഹാകാവ്യമാണ് ചാത്തനാർ രചിച്ച മണിമേഖല. ചേര രാജ്യ തലസ്ഥാനമായ കൊടുങ്ങല്ലൂരിനെപ്പറ്റി മണിമേഖലയിൽ നല്ല വർണ്ണനകൾ ഉണ്ട്. മണിമേഖല രചന ചാത്തനാർ. ആദ്യകാല ചേര രാജാക്കന്മാരെപ്പറ്റിയും അവരുടെ കാലത്തെ സാമൂഹ്യ ജീവിതത്തെപ്പറ്റിയും അറിയാൻ സാധിക്കുന്ന മറ്റു ചില തമിഴ് കൃതികളാണ് പതിറ്റുപത്ത്, അകനാനൂറ്, പുറനാനൂറ് എന്നിവ. 10 വീതം ചേര രാജാക്കന്മാരെക്കുറിച്ചുള്ള പാട്ടുകൾ ചേർത്ത ആകെ 100 ചേര രാജാക്കന്മാരുടെ കവിതകൾ ഉള്ള 10 പുസ്തകങ്ങളുടെ സമാഹാരമാണ് പതിറ്റുപത്ത്. 10 വീതമുള്ള 10 പുസ്തകങ്ങൾ പതിറ്റുപത്ത്. രചയിതാവ് കപിലർ. അകനാനൂറ്, പുറനാനൂറ് എന്നിവ വ്യത്യസ്ത കവികൾ രചിച്ച 400 വീതം ചെറു കവിതകളുടെ സമാഹാരമാണ്. അടുത്തത് ഒരു പ്രമുഖ അറബി കൃതിയായ തുഖ്ഫത്തുൽ മുജാഹിദീൻ. ഒരു കേരളീയനാൽ രചിക്കപ്പെട്ട കേരളത്തെ സംബന്ധിക്കുന്ന ആദ്യത്തെ ചരിത്ര ഗ്രന്ഥമാണ് തുഖ്ഫത്തുൽ മുജാഹിദീൻ. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ് ഇതിൻ്റെ രചയിതാവ്. പൊന്നാനി സ്വദേശിയും അറബി പണ്ഡിതനുമായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ്റെ രചനയാണ് തുഖ്ഫത്തുൽ മുജാഹിദീൻ. കേരളത്തിലെ ഇസ്ലാമിൻ്റെ ആവിർഭാവം, ഹൈന്ദവരുടെ ആചാരങ്ങളും ജീവിത രീതികളും, പോർച്ചുഗീസ് അക്രമങ്ങൾ എന്നിവ തുഖ്ഫത്തുൽ മുജാഹിദീനിൽ വിവരിച്ചിരിക്കുന്നു. പോരാളികൾക്കുള്ള സമ്മാനം എന്നാണ് തുഖ്ഫത്തുൽ മുജാഹിദീൻ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ്റെ മറ്റൊരു പ്രശസ്ത ഗ്രന്ഥമാണ് ഫത്ഹുൽ മുയീൻ. ഫത്ഹുൽ മുയീൻ കേരളീയ ചരിത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു അറബി കൃതിയാണ് ഫത്ഹുൽ മുബീൻ. ഫത്ഹുൽ മുബീൻ രചിച്ചത് കോഴിക്കോട് സ്വദേശിയായ ഖാസി മുഹമ്മദ്. ഫത്ഹുൽ മുയീൻ രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ. ഫത്ഹുൽ മുബീൻ രചിച്ചത് ഖാസി മുഹമ്മദ്. പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് സാമൂതിരിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പോരാളികൾ ചാലിയങ്കോട്ട പിടിച്ചെടുത്ത ചരിത്രമാണ് ഫത്ഹുൽ മുബീൻ പ്രതിപാദിക്കുന്നത്. സാമൂതിരിയുടെ നേതൃത്വത്തെ ഈ കൃതിയിൽ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട്. സാമൂതിരിയെ പുകഴ്ത്തി എഴുതിയ കൃതിയാണ് ഫത്ഹുൽ മുബീൻ. ഖാസി മുഹമ്മദിൻ്റെ ഏറെ പ്രസിദ്ധമായ മറ്റൊരു പ്രശസ്ത കൃതിയാണ് മൊഹിയുദ്ദീൻ മാല. മൊഹിയുദ്ദീൻ മാല അറബി മലയാളത്തിലെ കണ്ടെടുക്കപ്പെട്ട ആദ്യത്തെ കാവ്യമാണ്. 1607 രചിക്കപ്പെട്ട മുഹിയുദ്ദീൻ മാല എന്ന മാലപ്പാട്ട്. കണ്ടെടുക്കപ്പെട്ട ആദ്യത്തെ അറബി മലയാളം കൃതി ഏതെന്ന് ചോദിച്ചാൽ ഖാസി മുഹമ്മദ് രചിച്ച മുഹിയുദ്ദീൻ മാല. ഇനി ഇന്ത്യ സന്ദർശിച്ച ചില വിദേശികളുടെ കൃതികൾ. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലത്ത് ഇന്ത്യയിലെത്തിയ ഗ്രീക്ക് അംബാസഡറാണ് മെഗസ്തനിസ്. മെഗസ്തനിസ് രചിച്ച കൃതിയാണ് ഇൻഡിക്ക. BC 300 രചിച്ച ഇൻഡിക്കയിൽ കേരളത്തെക്കുറിച്ച് പരാമർശമുണ്ട്. മെഗസ്തനിസ് രചിച്ച കേരള പരാമർശമുള്ള കൃതി ഇൻഡിക്ക. അടുത്ത ഗ്രീക്ക് കൃതി ഹിസ്റ്റോറിയ നാച്ചുറാലിസ് അഥവാ നാച്ചുറൽ ഹിസ്റ്ററി. ഹിസ്റ്റോറിയ നാച്ചുറാലിസിൻ്റെ രചയിതാവ് പ്ലിനി. ഹിസ്റ്റോറിയ നാച്ചുറാലിസിൽ കേരളത്തിലെ മുസിരിസ് അഥവാ കൊടുങ്ങല്ലൂർ തുറമുഖത്തിനെ പ്രതിപാദിച്ചിട്ടുണ്ട്. ലോകത്തിലെ ആദ്യത്തെ എൻസൈക്ലോപ്പീഡിയ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി കൂടിയാണ്
ഹിസ്റ്റോറിയ നാച്ചുറാലിസ്. കേരള പരാമർശമുള്ള മറ്റൊരു കൃതിയാണ് പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ. എറിത്രിയൻ സീ എന്നാൽ ചെങ്കടൽ, പെരിപ്ലസ് എന്നാൽ യാത്ര. പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീ, ചെങ്കടലിലൂടെയുള്ള യാത്ര. AD 80 അജ്ഞാതനായ ഏതോ ചരിത്രകാരൻ രചിച്ച ഈ കൃതിയിൽ കേരളത്തിലെ രാജാക്കന്മാരെ കേരള ബോത്രാസ് എന്നും കേരള പ്രദേശത്തിനെ ലിമുരിഗെ എന്നുമാണ് വിളിച്ചിട്ടുള്ളത്. കേരള രാജാക്കന്മാരെ കേരള ബോത്രാസ് എന്നും കേരള ഭൂമിയെ ലിമുരിഗെ എന്നും നാമകരണം ചെയ്ത കൃതി പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ. അടുത്തത് കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻറീഡിൻ്റെ നേതൃത്വത്തിൽ ലാറ്റിൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം. കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് രചിക്കപ്പെട്ട ആദ്യത്തെ സമഗ്ര ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് അഥവാ മലബാറിൻ്റെ ഉദ്യാനം. മലയാള ലിപികൾ ആദ്യമായി അച്ചടിക്കപ്പെട്ട ഈ ഗ്രന്ഥം പുറത്തിറങ്ങിയത് ആംസ്റ്റർഡാമിൽ നിന്നാണ്. കേരള ചരിത്രത്തിൽ അനശ്വര സ്ഥാനം നേടിയ മറ്റൊരു വിദേശിയാണ് വില്യം ലോഗൻ. മലബാർ ജില്ലയുടെ കലക്ടറായിരുന്ന വില്യം ലോഗൻ ജില്ലയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും പഠിച്ചെഴുതിയ സമഗ്ര ചരിത്രമാണ് മലബാർ മാനുവൽ. വില്യം ലോഗൻ എന്ന ഇംഗ്ലീഷുകാരന് കേരള ചരിത്രത്തിൽ സ്ഥാനം നേടിക്കൊടുത്ത രചന മലബാർ മാനുവൽ. അവസാനമായി കേരളം സന്ദർശിച്ച വിദേശികളുടെ സഞ്ചാരക്കുറിപ്പുകൾ. അറബി നാടുകളിൽ നിന്നും യൂറോപ്പിൽ നിന്നുമായി ധാരാളം സഞ്ചാരികൾ പണ്ടുകാലം മുതൽ തന്നെ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്ര രചനയിൽ അവരുടെ സഞ്ചാരക്കുറിപ്പുകൾ ഏറെ സഹായകമായിട്ടുണ്ട്. 9-ാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച് കേരളത്തെ അടയാളപ്പെടുത്തിയ ആദ്യത്തെ അറബി സഞ്ചാരി ആര് എന്ന് ചോദിച്ചാൽ സുലൈമാൻ. കേരളം സന്ദർശിച്ച് കേരളത്തെ രേഖപ്പെടുത്തിയ ആദ്യത്തെ അറബി സഞ്ചാരി സുലൈമാൻ. 11-ാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച അറബി സഞ്ചാരിയാണ് അൽ ബിറൂനി. മുഹമ്മദ് ഗസ്നിയുടെ കൂടെ ഇന്ത്യയിലെത്തിയ അൽ ബിറൂനി കേരളത്തിൽ വളരെക്കാലം താമസിച്ച് കേരളത്തെ മലബാർ എന്ന് ആദ്യം വിളിച്ച മുസ്ലിം പണ്ഡിതനാണ്. കേരളത്തെ മലബാർ എന്ന് വിളിച്ച സഞ്ചാരി അൽ ബിറൂനി. അൽ ബിറൂനി എഴുതിയ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഇന്ത്യാ ചരിത്രം പ്രതിപാദിക്കുന്ന താരിഖ് അൽ ഹിന്ദ്. 13-ാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച ഇറ്റലിക്കാരനായ സഞ്ചാരിയാണ് മാർക്കോ പോളോ. സഞ്ചാരികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന സഞ്ചാരിയാണ് മാർക്കോ പോളോ. 15-ാം നൂറ്റാണ്ടിൽ മറ്റൊരു ഇറ്റലിക്കാരൻ കൂടി കേരളത്തിലെത്തിയിട്ടുണ്ട്. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ചതിന് ശേഷം കോഴിക്കോടും കൊച്ചിയും സന്ദർശിച്ച അദ്ദേഹമാണ് നിക്കോളോ കോണ്ടി. 13-ാം നൂറ്റാണ്ടിലെത്തിയ ഇറ്റാലിയൻ സഞ്ചാരി മാർക്കോ പോളോ, 15-ാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരി നിക്കോളോ കോണ്ടി. ഇവരുടെ യാത്രകൾ കേരളത്തിൻ്റെ ചരിത്രരചനയെ, ഇവരുടെ യാത്രാക്കുറിപ്പുകൾ കേരളത്തിൻ്റെ ചരിത്രരചനയെ ഏറെ സഹായിച്ചിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച മറ്റൊരു സഞ്ചാരി ഇബ്നു ബത്തൂത്ത, മൊറോക്കോക്കാരനായ ഇബ്നു ബത്തൂത്ത. കേരളം ഏറ്റവും കൂടുതൽ സന്ദർശിച്ച സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. കോഴിക്കോട് 6 തവണ അദ്ദേഹം എത്തിയിട്ടുണ്ട്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ സദസ്സിലുണ്ടായിരുന്ന ഇബ്നു ബത്തൂത്തയുടെ പ്രസിദ്ധമായ കൃതിയാണ് റിഹില. ഇബ്നു ബത്തൂത്തയുടെ പ്രസിദ്ധ കൃതി റിഹില. കേരളത്തിലെ കോഴിക്കോട് നിന്ന് കൊല്ലത്തേക്ക് ജലമാർഗം സഞ്ചരിച്ച ഇബ്നു ബത്തൂത്ത കേരളത്തിലെ അന്നത്തെ ജനജീവിതം
ശ്രദ്ധേയമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് മഹ്വാൻ. ചൈനീസ് സഞ്ചാരിയാണ് മഹ്വാൻ. കേരളത്തിലെ കോഴിക്കോട്, കൊച്ചി തുടങ്ങിയ തീരപ്രദേശങ്ങൾ സഞ്ചരിച്ച് തൻ്റെ കുറിപ്പുകളിൽ രേഖപ്പെടുത്തിയ സഞ്ചാരിയാണ് ചൈനയിൽ നിന്ന് വന്ന മഹ്വാൻ. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ സഞ്ചരിച്ച് വിവരങ്ങൾ രേഖപ്പെടുത്തിയ റഷ്യൻ സഞ്ചാരി ആരെന്ന് ചോദിച്ചാൽ അത്തനേഷ്യസ് നികിതിൻ. അത്തനേഷ്യസ് നികിതിൻ റഷ്യൻ സഞ്ചാരിയാണ്. മഹ്വാൻ ചൈനീസ് സഞ്ചാരിയാണ്. കേരളത്തിലെ കൊച്ചി സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫ് ഫിച്ച്. അക്ബറിൻ്റെ സദസ്സിൽ ആദ്യമെത്തിയ ഇംഗ്ലീഷുകാരൻ, കേരളം സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ, കൊച്ചി സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ, ഇവ മാസ്റ്റർ റാൽഫ് ഫിച്ച്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നതും മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ്. ഡിയർ ഫ്രണ്ട്സ്, കേരള ചരിത്ര രചനയ്ക്ക് സഹായകമായ ചില സാഹിത്യ സ്രോതസ്സുകളെക്കുറിച്ചാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.